ഇന്ന് കൊടുങ്ങല്ലൂർ പോയപ്പോ അവിടെ നോക്കിയപ്പോ അച്ഛൻ നല്ല സൂപ്പർ ചെമ്മീൻ മേടിച്ചിരിക്കണു. ഒന്നും നോക്കില്ല, പകുതി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. ഇനി നമ്മൾക്ക് ഇതുകൊണ്ട് ഒരു സൂപ്പർ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും നല്ലപോലെ അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെമ്മീൻ നന്നാക്കണമെന്ന്. യൂട്യൂബിലൊക്കെ പല സൈസ് കാട്ടാറുണ്ട്. ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. യൂട്യൂബിൽ ഫോർക്ക് വെച്ചും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ സാധാരണ രീതി തന്നെയാണ് ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യാറ്. കണ്ടോ, നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും. അങ്ങനെ നന്നാക്കിയൊക്കെ കഴിഞ്ഞ്, പക്ഷെ നന്നാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെമ്മീൻ കാണുമ്പോൾ ഭയങ്കരമായിട്ടുണ്ടാവും. നന്നാക്കി കഴിയുമ്പോൾ നോക്കിയേ, ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതിൽ 2 സ്പൂൺ ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് കഴുകണം. പിന്നെ ഇത്രയും വലിയ ചെമ്മീനൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഒരു ചെമ്മീനെ 3 പീസ് വരെ കാക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ ഇത് മതി, അതുകൊണ്ട് ധാരാളമാണ്. പക്ഷേ വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ആകെ ചെമ്മീൻ നന്നാക്കുമ്പോൾ സങ്കടം അതാണ്. നമ്മൾ ചെമ്മീൻ കൊണ്ടുവരുമ്പോൾ കുറേ പോലെ തോന്നും, പക്ഷേ നന്നാക്കി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ നല്ല പോലെ അങ്ങോട്ട് കഴുകിയെടുക്കാം. ഇതുപോലെ നല്ല പോലെ കഴുകി എടുക്കണം. ഇനി മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പച്ചമുളകാണ് എടുക്കുന്നത്, ഒരു കൈപ്പിടി ഫുള്ള് കുഞ്ഞുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചിയാണ് എടുക്കുന്നത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം ഇട്ടിട്ട് ഇതിൽ ആവശ്യമുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുഴുവൻ ഇടേണ്ട കാര്യമില്ല, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടണേ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള പച്ചവെള്ളം, ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിന് കുറച്ച് കുറവ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആകെ വാട്ടറി പോലെ ആക്കി കളയരുത്. പിന്നെ എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി ഉണ്ട് എരിവ് സഹിക്കാനുള്ള, അതനുസരിച്ചെടുക്കുക. ഇവിടെ എരിവ് പൊതുവെ കൂടുതലാണ്, പക്ഷേ ഇതെല്ലാവരും വീട്ടിൽ നിന്ന് പൊടിച്ചിതാക്കിയ കാരണം നല്ല എരിവായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരും 1 ടീസ്പൂൺ വെച്ചേ ഉണ്ടാക്കിയതുള്ളൂ. പച്ചമുളകും അതേ നല്ല എരിവുള്ളതായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഒരെണ്ണം ഇട്ടത്. എല്ലാവരും നിങ്ങളുടെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ച് അതൊക്കെ ചെയ്തോളാം. ഇത് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ മിക്സിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഇറങ്ങി വരും. എന്നിട്ട് ഫസ്റ്റ് തന്നെ ആ മിക്സിയിൽ നിന്ന് പ്രോൺസ് മാത്രം എടുത്ത് ഫ്രൈ ചെയ്യാം. ചെമ്മീൻ ആദ്യം ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഫ്രൈ ചെയ്യുക. അത് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്താൽ മതി. ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്താൽ അത് ഭയങ്കര ബലമാവും. അതിലപ്പോൾ ആ മിക്സ്ചറും ഇടരുത്, അത് നമ്മൾ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞൊരു 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ചെമ്മീൻ എല്ലാവരും നമ്മൾക്കൊന്ന് മറിച്ചിട്ടും അതേപോലെ 1 മിനിറ്റിൽ നമുക്ക് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രൈയിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ബാക്കി ഉള്ള നമ്മളുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആ ചേരുവകളെല്ലാനും ഇട്ടിട്ട് അതും ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ മതി, ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ ഈ ചെമ്മീൻ്റെ ഉള്ളിലത്തെ വെള്ളവും നീരും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അതിൽ തന്നെ കിടന്ന് വേണം ഇതെല്ലാം ആവേണ്ടത്. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മറിച്ചുകൂടാ, ഇളക്കി എടുക്കുക.
അങ്ങനെ ഫ്രൈ ചെയ്ത് ഇതെല്ലാവരും നല്ല മിക്സായി ഒന്ന് ഒതുങ്ങി കിട്ടും. അപ്പോഴാണ് ശരിക്കും നല്ല മണമൊക്കെ വന്നു തുടങ്ങും. നല്ല സൂപ്പറായിരിക്കുള്ളൂ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് വാങ്ങി വയ്ക്കാം. ഇതൊരു മലബാറി സ്റ്റൈലാണ്. ഞാൻ പണ്ട് നെറ്റിൽ ഇതുപോലെ കണ്ടതാണ്. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെയാണ് അധികവും ഉണ്ടാക്കാറ്. ഇതുപോലെ വലിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇതാണെങ്കിൽ സൂപ്പറാണ്, അടിപൊളിയാണ്. ഇത് ആവുമ്പോഴേക്കും ഇതിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ ആൾക്കാർ എന്താണെന്ന് ചെമ്മീൻ ഫ്രൈ ആണോ എന്നൊക്കെ ചോദിച്ച് വീട്ടിൽ നിന്നൊക്കെ വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് മോന് ഈ പ്രോൺസ് ഫ്രൈയും തൈരും പപ്പടവുമാണ് കൊടുത്തത്. എൻ്റെ മോൻ്റെ പോലത്തെ എന്തെങ്കിലും തൊട്ട് തീണ്ടി ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വക ഒരു ഐറ്റം മതി. സൂപ്പറായിട്ട് അവർ ഭക്ഷണം കഴിച്ചോളും. നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. മൂത്ത മോനൊരു പ്രത്യേക ക്യാരക്ടറാണ്. അവൻ എത്ര ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാൽ പോലും അവനത് തൊട്ട് തീണ്ടി ഭയങ്കര ഡയറ്റാണ്. ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഇതാണെങ്കിൽ ഒരു 2 പീസ് കൂടുതൽ തിന്നും. ആ വക പരിപാടി ഒന്നുമില്ല. പിന്നെ കുഴച്ച് കൂട്ടി തിന്നെ അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. അങ്ങനെ കഴിക്കുകയുള്ളൂ ആൾ. അപ്പോൾ ഞാൻ പരമാവധി അങ്ങനെയല്ലേ കഴിക്കണുള്ളൂ. അപ്പോൾ അവന് ഇഷ്ടമുള്ള മിക്ക ദിവസങ്ങളും അവന് ഇഷ്ടമുള്ള തന്നെ ഞാൻ ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെയെങ്കിലും 2 വറ്റ് ഉള്ളി ചെല്ലോലോ എന്നോർത്തിട്ട്.